നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം ചാത്തന്നൂർ ശ്രീനാരായണ കോളേജിൽ സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും ചാത്തന്നൂർ ശ്രീനാരായണ കോളേജ് NCC NSS യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിലും വിദ്യാർത്ഥികൾക്കായി ജൈവ പച്ചക്കറി തൈ വിതരണവും പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളാണ് നാളത്തെ ഭൂമിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിൽ അൻസർ ജൈവ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടും ഒരു അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഒരുപാട് സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിലുള്ള ഒരു ഭൂപ്രദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ അവസ്ഥ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. വളരെ വലിയ വിഷയം നിറഞ്ഞ ഒരു എല്ലാ സാധനങ്ങളും നമ്മൾ കഴിച്ച് ഏകദേശം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് നമുക്ക് വികസനത്തിന്റെ പേരിൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമായി മാറി കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഹോസ്പിറ്റലിലേക്ക് ഇവിടെ ആദായകരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടുത്തെ ഹോസ്പിറ്റലിനെ, കിംസ് പോലുള്ള ഹോസ്പിറ്റലിനെ എടുത്തുകൊണ്ട് അതിനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നമ്മുടെ ഒരു ജയമല്ല, പരാജയമാണ്. അതിലേക്ക് നമ്മൾ നിന്നു കൊടുക്കരുതെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ സ്വന്തമായി ഉത്പാദിപ്പിക്കുന്ന ഓരോ സാധനവും അതിന്റെ സമിതി സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കഴിഞ്ഞ 31 വർഷമായി കേരളത്തില് 14 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കേരളത്തില് കൊല്ലമാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള വ്യക്തികളുടെ സ്ഥലം. അതുകൊണ്ട് കൊല്ലം പ്രദേശത്ത് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു യുവജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പച്ചക്കറി തൈകളും വിത്തുകളും ഒക്കെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, സ്കൂൾ, കോളേജ്, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ, അങ്ങനെ ജനനിബിഡമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഈ സംഘടന നിർദ്ധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഭവന പദ്ധതി, ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് നമ്മുടെ 11ാമത്തെ വീട് കേരളത്തിലായിരുന്നു നമ്മൾക്ക് നിർമ്മിച്ചു നൽകിയത്. 12ാമത്തെ വീടിന്റെ വർക്ക് ഇപ്പോൾ തൃശ്ശൂര് നടക്കുന്നു. അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നു. അപ്പൊ ഇത്രയും ഈ കഴിഞ്ഞ 30 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഐതിൽ അൻസർ സാറിന് പോണ്ടിച്ചേരി സാൻ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് എന്ന ഒരു പദവി അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ NCC പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശില്പ ശശാങ്കൻ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹരിലക്ഷ്മി VS, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ നിഷ സോമരാജൻ, ഡോക്ടർ സ്മിത പ്രകാശ്, സമിതി സംസ്ഥാന വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി സുനിത നിസാർ, കൊല്ലം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ, സുഭാഷ് മുഖത്തല എന്നിവർ സംസാരിച്ചു. ഒരു വിദ്യാർത്ഥി ഒരു തൈ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സഹായകമായി. തൈകൾ നട്ടാൽ മാത്രം പോരാ, അവ സംരക്ഷിച്ച് വളർത്തുന്നതും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ചടങ്ങിൽ ഡോക്ടർ ഐതിൽ അൻസർ അഭിപ്രായപ്പെട്ടു. ഇന്ന് നട്ട ഒരു തൈ നാളെയുടെ ജീവവായുവാണ് എന്ന സന്ദേശത്തോടെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ഏറ്റെടുത്തു. ഹരിതഭാവിക്കായി പ്രവർത്തിക്കുമെന്ന ഉറപ്പും അവർ നൽകി. ചടങ്ങിൽ സമിതിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു.
കോളേജ് ക്യാമ്പസിൽ നട്ടുപിടിപ്പിക്കുന്നതിനായി ഹൈബ്രിഡ് ഇനത്തിലുള്ള ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു. ഭൂമിയെ സംരക്ഷിക്കാം, ഹരിത നാളേക്കായി കൈകോർക്കാം എന്ന സന്തോഷത്തോടെയാണ് പരിപാടി സമാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കൊട്ടിയം.